ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം അഷ്ടമസ്കന്ധം ഷോഡശോധ്യായഃ. 16-ാമത്തെ അധ്യായത്തിൽ കശ്യപൻ അതിഥിക്ക് നൽകിയ പയോവ്രത ഉപദേശം. ശ്രീശുക ഉവാച: ഏവം പുത്രേഷു നഷ്ടേഷു ദേവമാതാ അതിഥിഃ തദാ ഹൃതേ ത്രിവിഷ്ടപേ ദൈത്യൈഃ പര്യതപ്യത് അനാഥവത്. ഏവം ഇപ്രകാരം പുത്രേഷു നഷ്ടേഷു തൻ്റെ മക്കളൊക്കെ എവിടെ പോയി എന്ന് അറിയാതെ ആകെ സങ്കടപ്പെടുകയും ചെയ്തു. അതേസമയം ത്രിവിഷ്ടപേ ദേവലോകം ദൈത്യൈഹി ദിതിയുടെ മക്കളായ അസുരന്മാരാൽ ഹൃദേ പിടിച്ചടക്കപ്പെടുകയും സംഭവിച്ചു എന്ന് കേട്ടിട്ട് തഥാ ദേവമാതാ അതിഥി ദേവമാതാവായ അതിഥി അനാഥവത് അനാഥയെപ്പോലെ പര്യതപ്യത് ദുഃഖത്തിലാണ്ടുപോയി. 2-ാമത്തെ ശ്ലോകം. ഏകദാ കശ്യപഃ തസ്യാഹ ആശ്രമം ഭഗവാൻ അഗാത് നിരുത്സവം നിരാനന്ദം സമാധേർ വിരതഃ ചിരാത്. ഏകദാ ഇങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഭഗവാൻ കശ്യപഃ കശ്യപ പ്രജാപതി ചിരാത് സമാധേഹേ ദീർഘകാലമായി അനുഷ്ഠിച്ചു വന്നിരുന്ന സമാധിയിൽ നിന്ന് വിരതഃ വിരമിച്ചവനായിട്ട് നിരുത്സവം ആർഭാടശൂന്യവും നിരാനന്ദം ആനന്ദരഹിതവുമായ തസ്യാഹ ആശ്രമം അഗാത് അതിഥി താമസിക്കുന്ന ഇവരുടെ തന്നെ, പക്ഷെ അതിനു മുൻപേ കശ്യപ പ്രജാപതി വേറെ എവിടെയോ പോയിട്ട് സമാധിയിൽ ഇരുന്നതാണ്. എന്നിട്ട് തിരിച്ച് അവരുടെ ആശ്രമത്തിലേക്ക് വന്നു. 3-ാമത്തെ ശ്ലോകം. സഹ പത്നീം ദീനവദനാം കൃതാസന പരിഗ്രഹഃ സഭാജിതോ യഥാ ന്യായം ഇദം ആഹ കുരുദ്വഹ. ഹേ കുരുദ്വഹ കൃതാസന പരിഗ്രഹഃ ഇരിപ്പിടം സ്വീകരിച്ച് ഉപവിഷ്ടനായും യഥാന്യായം മുറപ്രകാരം തൻ്റെ ഭാര്യയാൽ സഭാജിതഃ സത്കൃതനായും ഭവിച്ച സഹ ആ കശ്യപ പ്രജാപതി ദീനവദനാം പത്നീം ദീനഭാവം പൂണ്ടു നിൽക്കുന്ന പത്നിയോട് ഇദം ആഹ ഇങ്ങനെ ചോദിച്ചു. 4-ാമത്തെ ശ്ലോകം. അപി അഭദ്രം ന വിപ്രാണാം ഭദ്രേ ലോകേ അധുനാ ആഗതം ന ധർമ്മസ്യ ന ലോകസ്യ മൃത്യോഹോ ഛന്ദാനുവർത്തിനഃ. ഹേ ഭദ്രേ, ലോകേ ഈ ലോകത്ത്, അധുന ഇക്കാലത്ത്, വിപ്രാണാം ബ്രാഹ്മണർക്ക്, അഭദ്രം അപി ന ആഗതം ഒരു കെടുതിയും വന്നു ചേർന്നിട്ടില്ലല്ലോ. ധർമ്മസ്യ ധർമ്മത്തിന് ന കോട്ടമൊന്നുമില്ലല്ലോ. മൃത്യോഹോ മൃത്യുവിൻ്റെ ഛന്ദാനുവർത്തിനഃ അഭീഷ്ടത്തിന് വഴങ്ങിക്കൊണ്ടിരിക്കുന്ന ലോകസ്യ ന ഈ ലോകത്തെ ജനങ്ങൾക്കും ആപത്തൊന്നുമില്ലല്ലോ. 5-ാമത്തെ ശ്ലോകം. അപിവാ അകുശലം കിഞ്ചിത് ഗൃഹേഷു ഗൃഹമേധിനി ധർമ്മസ്യ അർത്ഥസ്യ കാമസ്യ യത്ര യോഗോ ഹി അയോഗിനാം. ഹേ ഗൃഹമേധിനി, അലയോ കുടുംബിനി, ഗൃഹേഷു നിന്റെ ഗൃഹസ്ഥവൃത്തികളിൽ, ധർമ്മസ്യ അർത്ഥസ്യ കാമസ്യ ധർമാർത്ഥ കാമങ്ങൾക്ക്, അകുശലം കിഞ്ചിതപിവ അക്ഷേമകരമായിട്ട് എന്തെങ്കിലും ഉണ്ടായോ? യത്ര ഹി എന്തുകൊണ്ടെന്നാൽ ഈ ഗൃഹസ്ഥവൃത്തിയുടെ ഒരു പ്രാധാന്യവും കൂടെ ഇതിൽ പറഞ്ഞു വെക്കുകയാണ്. ഈ ഗൃഹസ്ഥവൃത്തികളിലൂടെ തന്നെ അയോഗിന യോഗികളല്ലാത്തവർക്ക് പോലും യോഗഫലം സിദ്ധമാകുന്നു. അതായത് നിഷ്കാമമായിട്ട് സ്വന്തം കുടുംബത്തെ പോറ്റുകയും അവരെ പരിചരിക്കുകയും ചെയ്താൽ അതിലൂടെ തന്നെ യോഗികളല്ലാത്ത ഗൃഹസ്ഥർക്ക് പോലും മോക്ഷത്തിനുള്ള വഴി തെളിയുന്നു. അങ്ങനെയുള്ള ഈ ഗൃഹസ്ഥ ധർമ്മത്തിന് എന്തെങ്കിലും കോട്ടം സംഭവിച്ചുവോ? ഇനി കശ്യപ പ്രജാപതി ചോദിക്കുന്ന ചില ചോദ്യങ്ങളിലൂടെ ഒരു ഗൃഹസ്ഥന്റെ ധർമ്മമാണ് പറഞ്ഞു തരുന്നത്. 6-ാമത്തെ ശ്ലോകം.
അപി വാ അതിഥയഃ അഭ്യേത്യ കുടുംബാസക്തയാ ത്വയാ ഗൃഹാത് അപൂജിതാ യാതാഃ പ്രത്യുത്ഥാനേന വാ ക്വചിത്. അപി വാ ഇനിയിപ്പോൾ അതിഥയഃ അഭ്യേത്യ അതിഥികൾ ആരെങ്കിലും വന്നിട്ട് കുടുംബാസക്തയാ ത്വയാ മറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്ന നിന്നാൽ ശ്രദ്ധിക്കപ്പെടാത്തത് കൊണ്ട് ഈ അതിഥികൾ പ്രത്യുത്ഥാനേന എഴുന്നേറ്റ് വരവേൽക്കുക എന്ന ശിഷ്ടാചാരത്താൽ അപൂജിതാഹ ആദരിക്കപ്പെടാതെ ക്വചിത് ഗൃഹാത്ത് യാതാഹവ എപ്പോഴെങ്കിലും ഗൃഹത്തിൽ നിന്ന് പോവുകയുണ്ടായോ? അപ്പോൾ ഗൃഹത്തിൽ ആരെങ്കിലും വന്നാൽ മറ്റ് ജോലികളെല്ലാം മാറ്റിവെച്ച് അവരെ വേണ്ട വിധത്തിൽ പരിഗണിക്കണം. അതൊരു ഗൃഹസ്ഥ ധർമ്മമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. അങ്ങനെ എങ്ങാൻ ചെയ്യാതെ പോയോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. 7ാമത്തെ ശ്ലോകം. ഗൃഹേഷു യേഷു അതിഥയോ ന അർച്ചിതാഹ സലിലൈഹി അപി യദി നിർയാന്തിതേ നൂനം പേരുരാജഗൃഹോപമാഹ. യേഷു ഗൃഹേഷു ഏതെങ്കിലും ഗൃഹങ്ങളിൽ അതിഥയഃ അതിഥികൾ സലിലൈഹി അപി കുടിക്കാനുള്ള വെള്ളം കൊണ്ടെങ്കിലും ന അർച്ചിതാഹ ആദരിക്കപ്പെടാതെ നിർയാന്തി യതി അവർ ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ തേനൂനം അവ തീർച്ചയായും പേരുരാജഗൃഹോപമാഹ മുത്തൻ കുറുനരിയുടെ മാളത്തിനൊത്തവയാണ്. അതായത് ഒരു അതിഥി വന്നിട്ട് അവർക്കൊരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ പറഞ്ഞയച്ചാൽ അതൊരു ഗൃഹമല്ല, അത് വെറും ഒരു കുറുനരിയുടെ മാളമാണ്. 8ാമത്തെ ശ്ലോകം. അപി അഗ്നയഃ തു വേലായാം നഹുതാ ഹവിഷാ സതി ത്വയാ ഉദ്വിഗ്നധിയാ ഭദ്രേ പ്രോഷിതേ മയി കർഹിച്ചിത്. അല്ലയോ ഭദ്രേ, കർഹിച്ചിത് എപ്പോഴെങ്കിലും മയി പ്രോഷിതേ ഞാൻ ദൂരത്തായിരുന്നപ്പോൾ ഉദ്വിഗ്നധിയാ ത്വയാ വ്യാകുലചിത്തയാകാറുള്ള നിന്നാൽ വേലായ കൃത്യസമയത്ത് അഗ്നയഃ തു ത്രേതാഗ്നികൾ ഹവിഷ ഹവിസ്സിനാൽ അപിനഹുതാഹ ഹോമിക്കപ്പെട്ടില്ല എന്ന് വന്നുവോ? അഗ്നിപൂജ ഒരു ഗൃഹസ്ഥന് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നാണ് 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യത് പൂജയാ കാമദുഃഖാൻ യാതി ലോകാൻ ഗൃഹാൻവിതഃ ബ്രാഹ്മണഃ അഗ്നിഃ ച വൈ വിഷ്ണോഃ സർവദേവാത്മനോ മുഖം. യത് പൂജയാ യാതൊരു അഗ്നി ആരാധന കൊണ്ട് ഗൃഹാന്വിതഃ ഒരു ഗൃഹസ്ഥാശ്രമി കാമദുഃഖാൻ എല്ലാ അഭീഷ്ടങ്ങളെയും യഥേഷ്ടം ലഭിക്കുന്നതായ ലോകാൻ യാതി പുണ്യലോകങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. ബ്രാഹ്മണഃ അഗ്നിഃ ച ഒരു ബ്രാഹ്മണനും അഗ്നിയും സർവദേവാത്മനഃ വിഷ്ണോഹോ സകല ദേവന്മാരുടെയും സ്വരൂപമായ ഭഗവാൻ ശ്രീനാരായണന്റെ മുഖം വൈ മുഖം തന്നെയാണ്. അങ്ങനെയുള്ള അഗ്നി ആരാധന മുടങ്ങിപ്പോയോ എന്നാണ് ചോദിക്കുന്നത്. ഇനി ഏറ്റവും അവസാനമാണ് മക്കളെ കുറിച്ച് ചോദിക്കുന്നത്. 10ാമത്തെ ശ്ലോകം. അപി സർവേ കുശലിനഃ തവ പുത്രാഹ മനസ്വിനി ലക്ഷയേ അസ്വസ്ഥം ആത്മാനം ഭവത്യാ ലക്ഷണൈഹി അഹം. അല്ലയോ മനസ്വിനി, തവ പുത്രാഹ സർവേ അപി കുശലിനഃ നിന്റെ പുത്രന്മാർ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അഹം ഞാൻ ലക്ഷണൈഹി നിന്റെ ലക്ഷണങ്ങൾ കണ്ടിട്ട് ഭവത്യാഹ നിന്റെ ആത്മാനം മനസ്സിനെ അസ്വസ്ഥം ലക്ഷയേ സ്വസ്ഥതയില്ലാത്തതായിട്ട് കാണുന്നു. അതിഥി ഉവാച അതിഥി മറുപടി പറയുന്നു. 11ാമത്തെ ശ്ലോകം. ഭദ്രം ദ്വിജഗവാം ബ്രഹ്മൻ ധർമ്മസ്യാസ്യ ജനസ്യ ച ത്രിവർഗസ്യ പരം ക്ഷേത്രം ഗൃഹമേധിൻ ഗൃഹാ ഇമേ. ഹേ ബ്രഹ്മൻ, ദ്വിജഗവാം ബ്രാഹ്മണർക്കും പശുക്കൾക്കും ധർമ്മസ്യ ഗൃഹസ്ഥധർമ്മത്തിനും അസ്യ ജനസ്യ ച ഈ ഉള്ളവൾക്കും ഭദ്രം ക്ഷേമം തന്നെയാണ്. ഹേ ഗൃഹമേധിൻ അല്ലയോ ഗൃഹസ്ഥധർമ്മത്തിൽ നിലകൊള്ളുന്ന സ്വാമി, ഇമേ ഗൃഹാഹ ഈ ഗൃഹസ്ഥാശ്രമം ത്രിവർഗസ്യ ധർമാർത്ഥകാമങ്ങളുടെ പരം ക്ഷേത്രം അത്യുത്തമമായ വിളനിലമാണ്. 12ാമത്തെ ശ്ലോകം. അഗ്നയഃ അതിഥയഃ ഭൃത്യാഃ ഭിക്ഷവോ യേ ച ലിപ്സവഃ സർവം ഭഗവതോ ബ്രഹ്മൻ അനുധ്യാനാൻ ന രിഷ്യതി. ഹേ ബ്രഹ്മൻ,
ഭഗവതഃ അനുധ്യാനാത് നിന്തിരുവടിയുടെ നിരന്തര ധ്യാനം മൂലം അഗ്നയഃ ഭൃത്യാഃ ഭിക്ഷവഃ അഗ്നികളും ഭൃത്യന്മാരും ഭിക്ഷുക്കളും ലിപ്സവഃ മറ്റ് അർത്ഥികളും യേച്ച ഇങ്ങനെ ആരൊക്കെ ഉണ്ടോ സർവം നരിഷ്യതി ആരും തന്നെ ഒരു ഹാനിയും ഇല്ലാതെ ഇരിക്കുന്നു. 13-ാമത്തെ ശ്ലോകം. കോനുമേ ഭഗവൻ കാമോ ന സമ്പദ്യേത മാനസഃ യസ്യാഹ ഭവാൻ പ്രജാധ്യക്ഷ ഏവം ധർമാൻ പ്രഭാഷത്തെ. ഹേ ഭഗവൻ, പ്രജാധ്യക്ഷഃ ഭവാൻ പ്രജാപതിയായ അങ്ങുന്ന് യസ്യാഹ യാതൊരുവൾക്ക് ഏവം ധർമാൻ പ്രഭാഷത്തെ ഏതൊക്കെ രീതിയിലുള്ള ധർമ്മങ്ങളെ സവിസ്തരം ചൊല്ലിത്തരുന്നുവോ അതൊക്കെ അനുസരിക്കുന്ന മേ മാനസഃ അങ്ങനെയുള്ള എൻ്റെ മനസ്സിന് കോനു കാമഃ ന സമ്പദ്യേത ഏതൊരഭിലാഷമാണ് നിറവേറാതിരിക്കുക. അങ്ങനെ ഞാൻ എന്ത് ചിന്തിച്ചാലും അതെല്ലാം സാധിക്കാറുണ്ട്. 14-ാമത്തെ ശ്ലോകം. എങ്കിലും തൻ്റെ ഇപ്പോഴത്തെ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. തവൈവ മാരീച മനഃശരീരജാഃ പ്രജാഃ ഇമാഃ സത്വരജസ്തമോജുഷഃ സമോ ഭവാൻ താസു അസുരാദിഷു പ്രഭോ തഥാപി ഭക്തം ഭജതേ മഹേശ്വരഃ. ഹേ മാരീച, മരീചിപുത്ര, സത്വരജസ്തമോജുഷഃ സത്വം രജസ് തമസ് എന്നീ വിഭിന്ന ഗുണങ്ങളോടുകൂടിയ ഇമാഹ പ്രജാഹ ഈ പ്രജകൾ തവയേവ മനഃ ശരീരജാഹ അങ്ങയുടെ തന്നെ മനസ്സങ്കല്പത്തിൽ നിന്നോ ശരീരത്തിൽ നിന്നോ ജനിച്ചവരാകുന്നു. ഇങ്ങനെയുള്ള അല്ലയോ പ്രഭോ അങ്ങ് ഭവാൻ അസുരാദിഷു അസുരാദികളായ താസു ആ പ്രജകളിൽ സമഹ ഭേദവിചാരമില്ലാത്ത ആളാണ്. അതായത് അങ്ങേക്ക് ദേവനെന്നോ അസുരനെന്നോ എന്ന ഭേദവിചാരം ഇല്ല. തഥാപി എന്നിരിക്കലും ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. സാക്ഷാൽ ഈശ്വരൻ പോലും മഹേശ്വരഃ ഭക്തം ഭജതെ തന്നെ ഭജിക്കുന്നവനെ മാത്രമേ പരിഗണിക്കാറുള്ളൂ. എല്ലാവർക്കും അവരവരുടെ കർമ്മഫലമാണ് ലഭിക്കുന്നത്. എങ്കിലും ഒരു പ്രത്യേക പരിഗണന ഭഗവാന് തന്നെ ഭജിക്കുന്നവരോട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങയ്ക്കും അങ്ങനെ വേണം. അതായത് എല്ലാവരോടും സമബുദ്ധി ആകാം, എങ്കിലും അങ്ങയെ ആശ്രയിക്കുന്നവരിൽ കുറച്ചു കൂടുതൽ പരിഗണന വേണ്ടതല്ലേ എന്ന രീതിയിലാണ് അതിഥി ചോദിക്കുന്നത്. 15-ാമത്തെ ശ്ലോകം. തസ്മാത് ഈശാ ഭജന്ത്യാമേ ശ്രേയഃ ചിന്തയ സുവ്രത ഹൃതശ്രയോ ഹൃതസ്ഥാനാൻ സപത്നൈഃ പാഹി നഃ പ്രഭോ. തസ്മാത് ഈശ അതുകൊണ്ടല്ലയോ നാഥ, സുവ്രത എല്ലാ വ്രതങ്ങളിലും നിഷ്ഠയുള്ളവനെ, ഭജന്ത്യാഹ അങ്ങയെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന മേ ശ്രേയഃ ചിന്തയ എൻ്റെ നന്മയെ ചിന്തിച്ചാലും. ഹേ പ്രഭോ, സപത്നൈഹി ശത്രുക്കളാൽ ഹൃതശ്രിയഃ അപഹരിക്കപ്പെട്ട ഐശ്വര്യത്തോടും ഹൃതസ്ഥാനാൻ അപഹരിക്കപ്പെട്ട വാസസ്ഥലത്തോടും കൂടിയവരുമായ നഹ പാഹി ഞങ്ങളെ രക്ഷിച്ചാലും. 16-ാമത്തെ ശ്ലോകം. പരൈർ വിവാസിതാസാഹം മഗ്ന വ്യസനസാഗരെ ഐശ്വര്യം ശ്രീഹി യശഃ സ്ഥാനം ഹൃദാനി പ്രബലൈർമമ. പരൈഹി വിവാസിത ശത്രുക്കളാൽ ആട്ടിയോടിക്കപ്പെട്ടിരിക്കുന്ന സാ അഹം ആ ഞാൻ, വ്യസനസാഗരെ മഗ്ന ദുഃഖസമുദ്രത്തിൽ നിമഗ്നയാണ്, പ്രബലൈഹി കരുത്തരായ അസുരന്മാരാൽ, മമ ഐശ്വര്യം ശ്രീ യശഃ സ്ഥാനം ഐശ്വര്യവും സമ്പത്തും കീർത്തിയും പദവിയും എല്ലാം ഹൃദാനി അപഹരിക്കപ്പെട്ടു കഴിഞ്ഞു. 17-ാമത്തെ ശ്ലോകം. യഥാ താനി പുനഃ സാധോ പ്രപദ്യേരൻ മമാത്മജാഃ തഥാ വിധേഹി കല്യാണം ധിയാ കല്യാണകൃത്തമ. ഹേ സാധോ കല്യാണകൃത്തമ, മമ ആത്മജാഃ എൻ്റെ പുത്രന്മാർ പുനഃ താനി യഥാ പ്രപദ്യേരൻ വീണ്ടും അവരുടെ ഐശ്വര്യത്തെ എങ്ങനെ പ്രാപിപ്പാൻ ശക്തരാകുമോ തഥാ കല്യാണം അങ്ങനെയുള്ള അഭ്യുദയത്തെ ധിയാ ബുദ്ധിപൂർവം വിധേഹി ഉണ്ടാക്കിത്തരണം. ശ്രീശുക ഉവാച. 18-ാമത്തെ ശ്ലോകം. ഏവം അഭ്യർത്ഥിതഃ ആദിത്യാഃ കഹ താം ആഹ സ്മയൻ ഇവ
അഹോ മായാബലം വിഷ്ണോഹോ സ്നേഹബദ്ധം ഇതം ജഗത്. ഏവം ഇപ്രകാരം അതിഥ്യ അതിഥി ദേവിയാൽ അഭ്യർത്ഥിക്കപ്പെട്ട കശ്യപ പ്രജാപതി സ്മയൻ ഇവ പുഞ്ചിരി തൂകിക്കൊണ്ട് താം ആഹ അവളോട് പറഞ്ഞു, വിഷ്ണോഹോ മായാബലം മഹാവിഷ്ണുവിന്റെ ആ മായാ വൈഭവം അഹോ ആശ്ചര്യം തന്നെ, ഇതം ജഗത് ഈ ജീവലോകം സ്നേഹബദ്ധം സ്നേഹപാശത്താൽ ബന്ധിക്കപ്പെട്ടതാകുന്നു. എത്രയായിട്ടും ദേവിക്ക് എന്റെ മക്കൾ എന്ന ആ ഒരു മമതാബന്ധം വിട്ടുമാറുന്നില്ലല്ലോ എന്നാണ് കശ്യപ പ്രജാപതി അതിശയിക്കുന്നത്. 19-ാമത്തെ ശ്ലോകം. ക്വദേഹോ ഭൗതികഃ അനാത്മാ ക്വച ആത്മാ പ്രകൃതേഃ പരഃ കസ്യകേ പതിപുത്രാദ്യാഃ മോഹയേവ ഹി കാരണം. ഭൗതികഃ പഞ്ചഭൂതങ്ങളാൽ രൂപം കൊണ്ടതും അനാത്മാ ആത്മാവല്ലാത്തതുമായ ഈ ദേഹഃ ക്വ ദേഹം എവിടെ കിടക്കുന്നു, പ്രകൃതേഹേ പരഃ പ്രകൃതിയിൽ നിന്നും അതീതമായ ആത്മാച്ച ആത്മതത്വവും ക്വ എവിടെ, കസ്യകേ ആർക്ക് ആര്, പതിപുത്രാദ്യാഹ ഭർത്താവും പുത്രന്മാരും മറ്റുമായിട്ടിരിക്കുന്നു, മോഹഃ ഏവ ഹി കാരണം മനോവ്യാമോഹം ഒന്നു മാത്രമാണ് ഈ തോന്നലിന് ഹേതുവായിട്ടിരിക്കുന്നത്. എന്നാൽ എല്ലാവരോടും നമുക്ക് വേദാന്തം ഉപദേശിക്കാൻ പറ്റില്ല. മക്കളില്ലാത്ത ദുഃഖത്തിലിരിക്കുന്നവരോട് വേദാന്തം ഉപദേശിക്കരുത്. ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവരോട് വേദാന്തം ഉപദേശിക്കരുത്. തനിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിരഹ ദുഃഖത്തിലിരിക്കുന്നവരോട് നേരെ പോയി വേദാന്തം ഉപദേശിക്കരുത്. വേദാന്തം ശരിക്കും നമ്മൾ ആദ്യമേ മനസ്സിൽ ഉറപ്പിച്ചിട്ട് സ്വയമേവ ഇത്തരം സാഹചര്യത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ചിന്തകളാണ് ഇത്. എങ്കിലും എല്ലാവരെയും, ഇത് കേൾക്കുന്ന എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും അതിഥിക്ക് ഈ അവസരത്തിൽ വേദാന്ത ചിന്ത ഫലവത്താകില്ല എന്ന് കശ്യപ പ്രജാപതിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എന്താണോ അവളുടെ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടത് അതിനെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. 20 ഉപതിഷ്ഠസ്വ പുരുഷം ഭഗവന്തം ജനാർദ്ദനം സർവഭൂത ഗുഹാവാസം വാസുദേവം ജഗദ്ഗുരും. പുരുഷനും ഭഗവാനും ജനാർദ്ദനനും സർവഭൂതങ്ങളുടെയും ഗുഹാവാസി ഹൃദയാന്തരത്തിൽ വസിക്കുന്നവനും ജഗദ്ഗുരുവും വാസുദേവനുമായ ആ ഭഗവാനെ ഉപതിഷ്ഠസ്വ ഭജിക്കുക. 21-ാമത്തെ ശ്ലോകം. സ വിധാസ്യതി തേ കാമാൻ ഹരിഹി ദീനാനുകമ്പനഃ അമോഘാ ഭഗവത് ഭക്തിഃ ന ഇതരാ ഇതി മതിർമമ. ദീനാനുകമ്പനഃ ദീനന്മാരിൽ അനുകമ്പയുള്ള സഹ ഹരിഹി ആ ഭഗവാൻ തേ കാമാൻ വിധാസ്യതി നിന്റെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുന്നതാണ്. ഭഗവത് ഭക്തിഹി അമോഘ ഭഗവാനെ ഉദ്ദേശിച്ച് ചെയ്യുന്ന ഭജനം വിഫലമാകാത്തതാണ്. ഇതര ന എന്നാ മറ്റുള്ളവരെ ഭജിക്കുന്നത് അങ്ങനെയല്ല. ഇതി മമ മതിഹി എന്നാണ് എൻ്റെ അഭിപ്രായം. അതിഥിരുവാച അതിഥി ചോദിച്ചു. 22 കേന അഹം വിധിനാ ബ്രഹ്മൻ ഉപസ്ഥാസ്യേ ജഗത്പതിം യഥാ മേ സത്യസങ്കൽപ്പോ വിദധ്യാത് സ മനോരഥം. ഹേ ബ്രഹ്മൻ, അഹം ഞാൻ കേന വിധിന ഏത് മുറപ്രകാരം ജഗത്പതിം ഉപസ്ഥാസ്യേ ജഗതീശ്വരനെ ഉപാസിക്കണം. യഥാ യാതൊരു വിധത്തിലായാൽ സത്യസങ്കൽപ്പ നമ്മുടെ മനസ്സങ്കൽപ്പത്തെ യാഥാർത്ഥ്യമാക്കാൻ കഴിവുള്ള സഹ ആ ഭഗവാൻ മേ മനോരഥം വിദധ്യാത് എൻ്റെ ആഗ്രഹത്തെ നിറവേറ്റിത്തരും. 23-ാമത്തെ ശ്ലോകം. ആദിശത്വം ദ്വിജശ്രേഷ്ഠ വിധിം തദുപധാവനം ആശുതുഷ്യതി മേ ദേവ സീതന്ത്യാ സഹ പുത്രകൈഹി. ഹേ ദ്വിജശ്രേഷ്ഠ, ഏതു വിധത്തിലായാൽ ദേവഃ ഭഗവാൻ പുത്രകൈഹി സഹ മക്കളോടുകൂടെ സീതന്ത്യാഹ കഷ്ടമനുഭവിക്കുന്ന മേ എൻ്റെ പേരിൽ
ആശുതുഷ്യതി അതിവേഗം പ്രസന്നനാകുമോ ആ വിധത്തിലുള്ള തത് ഉപധാവനം ഭഗവാന്റെ ഉപാസനയ്ക്കുള്ളതായ വിധിം അനുഷ്ഠാനപ്രകാരത്തെ ത്വം ആദിശ അങ്ങ് ഉപദേശിച്ചു തന്നാലും. കശ്യപ ഉവാച 24 ഏതന്മേ ഭഗവാൻ പൃഷ്ടഃ പ്രജാകാമസ്യ പദ്മജഃ യദാഹതേ പ്രവക്ഷ്യാമി വ്രതം കേശവതോഷണം. പ്രജാകാമസ്യ സന്താനാർത്ഥിയായിരുന്ന മേ എന്നാൽ പൃഷ്ടഃ അഭ്യർത്ഥിതനായിട്ട് ഭഗവാനായ പദ്മജഃ ബ്രഹ്മദേവൻ കേശവതോഷണം വിഷ്ണുപ്രീതിയെ ഉളവാക്കുന്ന യത് വ്രതം യാതൊരു വ്രതം ആഹാ എനിക്ക് ഉപദേശിച്ചു തന്നുവോ ഏതത് തേ പ്രവക്ഷ്യാമി അതിനെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. മുൻപ് ബ്രഹ്മദേവനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് എങ്ങനെ ഭഗവാനെ ആരാധിക്കാനാണോ ഉപദേശിച്ചത് ആ വഴി തന്നെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. 25-ാമത്തെ ശ്ലോകം. ഫാൽഗുനസ്യ അമലേ പക്ഷേ ദ്വാദശാഹം പയോവ്രതഃ അർച്ചയേത് അരവിന്ദാക്ഷം ഭക്ത്യാ പരമയാന്വിതഃ. ഫാൽഗുന മാസത്തിലെ പൈങ്കുരി മാസത്തിലെ അമലേ വെളുത്ത പക്ഷത്തിൽ ദ്വാദശ അഹം 12 ദിവസം പയോവ്രതഃ പാൽ മാത്രം ആഹാരമാക്കിക്കൊണ്ട് പരമയാ ഭക്തിയ ഉത്കൃഷ്ടമായ ഭക്തിയോടുകൂടെ അന്വിതഃ കൂടെ ഇരുന്ന് അരവിന്ദാക്ഷം അർച്ചയേത് താമരക്കണ്ണനെ ആരാധിക്കുക. ഈ 12 ദിവസത്തെ പയോവ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങുന്നതിന്റെ തലേനാൾ നിർവഹിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇനിയുള്ള ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്. 26 സിനീവാല്യാം മൃത ആലിപ്യ സ്നായാത് ക്രോഡ വിദീർണയ യതി ലഭ്യേത വൈ സ്രോതസ്യ ഇതം മന്ത്രം ഉദീരയേത്. സിനീവാല്യാം അമാവാസി നാൾ യതി ലഭ്യേത കിട്ടുവാൻ സാധ്യതയുള്ള പക്ഷം അതായത് സാധിക്കുമെങ്കിൽ ക്രോഡ വിദീർണയ കാട്ടുപന്നി തേറ്റ കൊണ്ട് കുത്തിയടർത്തിയ മൃത മണ്ണുകൊണ്ട്. കാരണം ഇവിടെ വരാഹവും ഭൂമിയുമായുള്ള ഒരു ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള മണ്ണുകൊണ്ട് മണ്ണ് ഭൂമിയെ പ്രതീകാത്മകമായിട്ട് കാണിക്കുന്നതാണ്. ആ മണ്ണുകൊണ്ട് ആലിപ്യ മേൽ തേച്ച് സ്രോതസി ഒഴുക്കുള്ള പുഴയിൽ സ്നായാത് കുളിക്കണം. ആ സമയം ഏതം മന്ത്രം ഉദീരയേത് ഇപ്പോൾ ഇനി പറയാൻ പോകുന്ന മന്ത്രത്തെ ചൊല്ലുകയും വേണം. 27-ാമത്തെ ശ്ലോകം. ത്വം ദേവി ആദിവരാഹേണ രസായാഹ സ്ഥാനം ഇച്ഛത ഉദ്ധൃതാസി നമസ്തുഭ്യം പാപ്മാനം മേ പ്രണാശയ. ഹേ ദേവി ത്വം അങ്ങ് സ്ഥാനം ജീവരാശികളുടെ സംസ്ഥിതിയെ ഇച്ഛിക്കുന്ന ആദിവരാഹേണ ആദിവരാഹമൂർത്തിയായി രൂപമെടുത്ത ഭഗവാനാൽ രസായാഹ രസാതലത്തിൽ നിന്ന് ഉദ്ധൃത അസി പൊക്കിയെടുക്കപ്പെട്ടവളാകുന്നു. അങ്ങനെയുള്ള തുഭ്യം ദേവിക്ക് നമഃ നമോവാകം. മേ പാപ്മാനം എന്റെ പാപത്തെ പ്രണാശയ നിശേഷം നശിപ്പിക്കണമേ. 28 നിർവർത്തിത ആത്മനിയമോ ദേവമർച്ചേത് സമാഹിതഃ അർച്ചായാം സ്ഥണ്ഡിലേ സൂര്യേ ജലേ വഹ്നൗ ഗുരൗ അപി. നിർവർത്തിത ആത്മനിയമഃ അനന്തരം തൻ്റെ നിത്യനൈമിത്തിക നിയമങ്ങൾ നിർവഹിച്ചവനായിട്ട് സമാഹിതഃ ഏകാഗ്ര മനസ്സോടുകൂടി ദേവം അർച്ചേത് ശ്രീനാരായണമൂർത്തിയെ പൂജിക്കുക. അർച്ചായാം ഒന്നുകിൽ വിഗ്രഹം വെച്ച് അല്ലെങ്കിൽ സ്ഥണ്ഡിലെ തറയിൽ ആ ഭഗവാനെ സങ്കല്പിക്കുക, ചിത്രം വരച്ചോ എങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ സൂര്യനിൽ ഭഗവാനെ കാണുക, അല്ലെങ്കിൽ ജലേ വഹ്നൗ അഗ്നിയിലോ, ഗുരൗ അപി ആചാര്യനിൽ ഭഗവാനെ കണ്ടും ഈ ഒരു പൂജ ചെയ്യാവുന്നതാണ്. ഇനി ജപിക്കേണ്ട മന്ത്രങ്ങളാണ് പറയുന്നത്. 29 നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹീയസേ സർവഭൂത നിവാസായ വാസുദേവായ സാക്ഷിണേ. ഭഗവതേ പുരുഷായ മഹീയസേ സർവഭൂത നിവാസായ
വാസുദേവായ സാക്ഷിണേ തുഭ്യം നമഃ. 30. നമോ വ്യക്തായ സൂക്ഷ്മായ പ്രധാന പുരുഷായ ച ചതുർവിംശത് ഗുണജ്ഞായ ഗുണസംഖ്യാന ഹേതവേ ച. വ്യക്തായ സൂക്ഷ്മായ, സ്ഥൂലവും സൂക്ഷ്മവും പ്രധാന പുരുഷായ, മൂലപ്രകൃതിയും ജീവാത്മാവുമായി ചതുർവിംശത് ഗുണജ്ഞായ, 24 ഗുണകാര്യങ്ങളുടെ ജ്ഞാതാവായും ഗുണസംഖ്യാന ഹേതവേച്ച, സാഖ്യശാസ്ത്രത്തിൽ പറയുന്ന 24 ഗുണങ്ങൾ, ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവും 5ഉം 5ഉം 10, പിന്നെ പഞ്ചഭൂതങ്ങൾ, പിന്നെ അതിൻ്റെ തന്മാത്രകൾ 5, ഇങ്ങനെ 20, പിന്നെ അന്തഃകരണ ചതുഷ്ടയം, അതായത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം 4. ഇതാണ് 24 ഗുണങ്ങൾ. ഇവയുടെയൊക്കെ നിയന്താവായിട്ടുള്ള പുരുഷൻ 25 തത്വങ്ങൾ. ഇങ്ങനെയാണ് സാഖ്യശാസ്ത്രം ഭഗവാനെ അല്ലെങ്കിൽ ഈ പ്രകൃതി പുരുഷ ബന്ധത്തെക്കുറിച്ച് പറയുന്നത്. ഇങ്ങനെയുള്ള ഇതിനെല്ലാം ഈ സാഖ്യശാസ്ത്രത്തിന്റെ പ്രവർത്തകനായിരിക്കുന്ന അങ്ങേക്ക് നമഃ, നമസ്കാരം. ഇനി വൃഷഭത്തിന്റെ രൂപത്തിൽ യജ്ഞമൂർത്തിയായ വിഷ്ണുവിനെ സ്തുതിക്കുന്നു. 31-ാമത്തെ ശ്ലോകം. നമോ ദ്വിശീർഷ്ണേ ത്രിപദേ ചതുശൃംഗായ തന്തവേ സപ്തഹസ്തായ യജ്ഞായ ത്രയീവിദ്യാത്മനേ നമഃ. ദ്വിശീർഷ്ണേ 2 ശിരസ്സുകളോടും, ത്രിപദേ 3 പാദങ്ങളോടും, ചതുശൃംഗായ 4 കൊമ്പുകളോടും, സപ്തഹസ്തായ 7 കൈകളോടും, ത്രയീവിദ്യാത്മനെ വേദമന്ത്രത്തിൽ നിബദ്ധമായ ആത്മസ്വരൂപത്തോടും കൂടിയിരുന്ന്, തന്തവേ കർമ്മഫലങ്ങളെ വിപുലനം ചെയ്യുന്ന യജ്ഞായ നമോ നമഃ, ആ യജ്ഞമൂർത്തിക്കായിട്ട് നമസ്കാരം. 32. നമഃ ശിവായ രുദ്രായ നമഃ ശക്തിധരായ ച സർവവിദ്യാധിപതയേ ഭൂതാനാം പതയേ നമഃ. ശിവായ രുദ്രായ ശക്തിധരായ, സർവശക്തികളുടെയും ധാരകനുമായ അങ്ങേക്ക് നമോ നമഃ. സർവവിദ്യാധിപതയെ, സമസ്ത വിജ്ഞാനങ്ങളുടെയും അധിപതിയും, ഭൂതാനാം പതയേ, ജീവരാശികളുടെ പാലകനുമായ അങ്ങേക്ക് നമസ്കാരം. 33. നമോ ഹിരണ്യഗർഭായ പ്രാണായ ജഗദാത്മനെ യോഗൈശ്വര്യ ശരീരായ നമസ്തേ യോഗഹേതവേ. ഹിരണ്യഗർഭനായിട്ട്, ഈ ഹിരൺമയമായ പ്രപഞ്ച അണ്ഡത്തിന്റെ അന്തർവർത്തിയായിട്ടുള്ള ബ്രഹ്മാവായും, പ്രാണായ ശ്വാസോച്ഛ്വാസ രൂപത്തിൽ എല്ലാ ചരാചരങ്ങളെയും ചേഷ്ടിപ്പിക്കുന്ന ആത്മാവായും, ജഗദാത്മനെ ചരാചരങ്ങളുടെ സ്വരൂപമായും ഇരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. യോഗൈശ്വര്യ ശരീരായ, യോഗസിദ്ധികളായ ഐശ്വര്യങ്ങളുടെ സ്വരൂപമായും, യോഗഹേതവേ യോഗമാർഗ പ്രവർത്തകനായും ഇരിക്കുന്ന തേ നമഃ, അങ്ങേക്ക് നമസ്കാരം. 34. നമസ്തേ ആദിദേവായ സാക്ഷിഭൂതായ തേ നമ നാരായണായ ഋഷയേ നരായ ഹരയേ നമഃ. 35. നമോ മരഗത ശ്യാമരുചയേ അധിഗത ശ്രയേ കേശവായ നമസ്തുഭ്യം നമസ്തേ പീതവാസസേ. 36. ത്വം സർവവരദ പുംസാം വരേണ്യ വരദർഷഭ അതസ്തേ ശ്രേയസേ ധീരാഹ പാദരേണും ഉപാസതേ. ത്വം പുംസാം സർവവരദഃ, അങ്ങ് എല്ലാവർക്കും സകല അഭീഷ്ടപ്രദനാണ്. അതഃ ധീരാഹ, അതുകൊണ്ട് ബുദ്ധിശാലികൾ, ശ്രേയസേ ശ്രേയസ്സിനായിട്ട്, തേ പാദരേണും ഉപാസതേ അങ്ങയുടെ തൃപ്പാദധൂളിയെ ഉപാസിക്കുന്നു. 37. അന്വവർത്തന്തയം ദേവാഹ ശ്രീഷ്ട തത്പാദപത്മയോഃ സ്പൃഹയന്ത ഇവ ആമോദം ഭഗവാൻ മേ പ്രസീദത. തത്പാദപത്മയോഃ ആമോദം സ്പൃഹയന്തഃ, ഇങ്ങനെയുള്ള അങ്ങയുടെ ആ തൃപ്പാദപത്മത്തിലെ സുഗന്ധത്തെ അഭിലഷിച്ചുകൊണ്ട്, ദേവാഹ ശ്രീഹിച്ച ദേവന്മാരും ലക്ഷ്മീദേവിയും ആരെയാണോ അന്വവർത്തന്ത, ആ ഭഗവാൻ മേ പ്രസീദതാം, എന്നിൽ പ്രസാദിക്കേണമേ എന്ന സ്തുതിയോടുകൂടെ ഭഗവാനെ അർച്ചിക്കാനാണ് കശ്യപ പ്രജാപതി ഉപദേശിച്ചത്.
ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ